ഇതാണോ എന്റെ കുടി? ആ, ഇതാ എന്റെ വീട്. ഇവിടെ ആരുമില്ലേ? അടാ, ഞാൻ പിന്നെ വിളിക്കാം. വീട്ടിലേക്ക് ആരാ വന്നിട്ടുണ്ട്? ഇതാരാ കുഞ്ഞു? നിന്റെ കൂടെ ഒരു സ്ത്രീ. ഇങ്ങോട്ട് ഇറങ്ങിക്കാ. എടാ കുഞ്ഞു, ഇതാരാടാ? ഇവരെന്തിനാ ഇങ്ങനെ ദേഷ്യത്തോടെ എന്നെ നോക്കുന്നേ? നമ്മളെ ഒരു കാര്യം ചോദിക്കാൻ വന്നാണ്. എന്ത് കാര്യം ചോദിക്കാന്? നിങ്ങൾ ഈ കുട്ടിനെ ഈ പേരന്റെ ഉള്ളിലിട്ട് നല്ലോണം എടങ്ങറാക്കണ്ടല്ലേ? നിങ്ങൾ എന്തൊക്കെയായി പറയുന്നേ? എന്റെ കുഞ്ഞുനെ ഞാൻ എന്ത് ചെയ്തെന്നാ? ജോബർ കോമാളി കളിച്ചൊന്നും വേണ്ട. ഞമ്മക്കറിയാം എന്താണ് ഇവിടെ ഉണ്ടാക്കണെന്ന്. എന്തിനാ ഈ കുട്ടിനെ നട്ടപ്പാതിലേക്ക് പുറത്താക്കിയത്? ഞാനല്ലല്ലോ അവനെ പുറത്താക്കിയത്, അവന്റെ അമ്മയല്ലേ. അതിന്റെ പിന്നിലൊക്കെ കഴിച്ചത് ഇതല്ലടാ. ഓന്റെ അമ്മ ഇവിടുന്ന് പോയാ ഇത് കുട്ടികളെ എടങ്ങറാക്കണ്ടല്ലേ? വേറെന്താ എന്റെ പണിക്കാരനാ? എന്താ ഈ കുട്ടിയെ സ്കൂളിലൊന്നും പറഞ്ഞേക്കാത്തെ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? എനിക്ക് മനസ്സിലായില്ല. നമ്മൾ ആരായാലും വേണ്ടില്ല. എന്തിനാണ് ഈ കുട്ടിനെ ഇങ്ങനെ എടങ്ങറാക്കണത്? നിങ്ങളാരാ ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിലേക്ക് ഇടപെടാനായിട്ട്? ഞങ്ങൾ കുടുംബമാകുമ്പോ പലവിധ പ്രശ്നങ്ങളും ഉണ്ടാവും. എടാ, നീയാണല്ലോ എല്ലാം പറഞ്ഞു കൊടുത്തത്. ആളെയും കൊണ്ട് വന്നേക്കുവാ. നിങ്ങൾ ഓനെ പറഞ്ഞ് പേടിപ്പിച്ചൊന്നും വേണ്ട. ഈ കുട്ടിക്ക് ഇനി ഇവിടുന്ന് എന്തെങ്കിലും എടങ്ങറുണ്ടായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കും. പറഞ്ഞിടാൻ വേണ്ട. നിങ്ങളാരാ ഞങ്ങളുടെ കുടുംബ പ്രശ്നത്തിലേക്ക് ഇടപെടാന്? കൊച്ചെന്തെങ്കിലും പറഞ്ഞെന്ന് കരുതി അതൊക്കെ സത്യമാവണമെന്നുണ്ടോ? കൊച്ചുങ്ങളാവുമ്പോ കള്ളമൊക്കെ പറയും. ഇവൻ അല്പം കള്ളം പറയുന്ന കൂട്ടത്തില. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഡ്രാമ കളിക്കുന്നേ? എന്ത് മാങ്ങാത്തോടെ ആയാലും മണ്ടില്ല. ഈ കുട്ടി ഇനി ഇവിടുന്ന് ഒളിവിളിച്ചിക്കാണ്ട് എവിടേക്കും പോകരുത്. ഈ കുട്ടിനെ ഇവിടെ പുറത്തോടെയും കണ്ടു കഴിഞ്ഞാൽ അന്റെ പേരിൽ നമ്മൾ കേസ് കൊടുക്കും പറഞ്ഞാൽ കൊടുക്കും. ഇവരെല്ലാം അറിഞ്ഞോണ്ട് വന്നേക്കോ തോന്നുന്നു. ഇവരെ ഒന്ന് മയക്കണം. അയ്യോ താത്ത, നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ ഇവനെ ഒരുപാട് ഉപദ്രവിക്കാറുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എനിക്കൊരു മാനസിക പ്രോബ്ലം ഉണ്ട്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ 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 രോഗം എന്ന് പറയുന്നത് എന്താ പറയാ എൻ്റെ രോഗം എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ഞാൻ ആരാണെന്ന് മറന്നു പോകും അത്രേ. അങ്ങനെയാണ് ഞാൻ ഈ കുഞ്ഞുവിനെ ഉപദ്രവിക്കുന്നതൊക്കെ. ഞാനായിട്ട് ചെയ്യുന്നതൊന്നും അല്ല. നിങ്ങൾ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. എൻ്റെ മോനെ എനിക്ക് എന്തിനേക്കാളും വേറെ ഇഷ്ടമാണ്. ഞാൻ ഇവനെ എൻ്റെ സ്വന്തം മോനായിട്ടാണ് കാണുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ ഈ രോഗം കാരണം പലപ്പോഴും അവൻ എൻ്റെ മകനാണെന്ന കാര്യം ഞാൻ മറന്നു പോകും. ചിലപ്പോഴൊക്കെ അവൻ എനിക്ക് എൻ്റെ വീട്ടിലെ വേലക്കാരനായി തോന്നും. എന്തുകൊണ്ടാണെന്നറിയില്ല. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? എന്തോന്ന് കള്ളവാടോ ഇത്? മോനെ, നിനക്കറിയാത്തത് കൊണ്ടാ. ഈ അച്ഛൻ മോനെ മൊയ്തീൻ കാഞ്ചനയെ സ്നേഹിക്കുന്നവരെ ഇടക്കിടക്കൊക്കെ ബബ അടിക്കുന്നുണ്ട്. അത് ഈ രോഗത്തിന്റെ ലക്ഷണമാ. എൻ്റെ മോനെ എനിക്ക് ജീവന് തുല്യ സ്നേഹമാണ് താത്ത. ഞാൻ അവനെ ഒരിക്കലും ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. അവനോട് തന്നെ ചോദിച്ചു നോക്കൂ, അവൻ്റെ അമ്മ വന്നു കഴിഞ്ഞാൽ എൻ്റെ രോഗം മാറാറില്ലേ എന്ന്. ആ, അമ്മ വന്നു കഴിഞ്ഞാൽ ഇയാള് നല്ലവനായ അച്ഛനായി അഭിനയിക്കും. അത്ത, നിങ്ങൾ അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. അവൻ വിചാരിക്കുന്നത് പോലെ അത്ര ക്രൂരനൊന്നും അല്ല ഞാൻ. എനിക്ക് പാവം തോന്നണ എന്റെ അച്ഛനെ കണ്ടിട്ട്. പാവം കണ്ടിട്ടോ ഇയാളെ മനസ്സിലാക്കിയല്ലോ കുഞ്ഞൂച്ചി. പക്ഷെ അതല്ല, നിങ്ങൾ എന്തുകൊണ്ടാ ഇപ്പൊ രണ്ടാളി സ്കൂളിൽ പറഞ്ഞേക്കാത്ത? അത് പിന്നെ എനിക്ക് ഇവരെ ഈ നാട്ടിൽ പഠിപ്പിക്കാൻ ഒരു താല്പര്യവും ഇല്ല. എൻ്റെ പെണ്ണുപിള്ള പണിയെടുക്കുന്നവർക്ക് എനിക്ക് ഇവരെ പഠിപ്പിക്കണം. കാരണം അവിടുത്തെ നാട്ടിലൊക്കെ എന്താ പറയുക, നല്ല നല്ല സ്കൂളുകളൊക്കെ ഉണ്ട്. അതാ ഞാൻ. ഇവനിപ്പോ മിനിമം 5ാം ക്ലാസ് പഠിക്കാനുള്ള പ്രായമുണ്ട്. നിങ്ങൾ നമ്മളെ മയക്കാൻ നോക്കിയ കണ്ണീരാണോ അതോ സത്യമായിട്ടുള്ള കണ്ണീരാണോ നമുക്ക് മനസ്സിലാവണില്ല. പക്ഷെ ഈ കുട്ടിനെ ഇത്രയും കാലമായിട്ട് നിങ്ങൾ സ്കൂളിൽ പറഞ്ഞിട്ടിയാ പറഞ്ഞാല് അതിന് നിങ്ങൾ എന്ത് മറുപടിയൊക്കെ തരാൻ പോണത്? ഇന്റെ ഉസ്മാന്റെ ഒപ്പമുള്ളതാണ് ഇവന്. ഓൻ 5ാം ക്ലാസ്സൊക്കെയാണ് ഇപ്പൊ. ഇവൻ ഇന്നെ എന്നതൊക്കെ പഠിച്ച അവഘട്ടത്തില്. ഞാനിപ്പോ ഇവന്റെ അനിയനെ എൻ്റെ പെണ്ണുമ്പിള്ളയുടെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. അവനിനി അവിടെ പഠിച്ചോളും. ഇവനിനി നമുക്ക് അടുത്ത പ്രാവശ്യം അങ്ങോട്ട് പറഞ്ഞേക്കാം. എനിക്ക് ഇത്ര ചിന്തിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. അത് നല്ല കാര്യം. പക്ഷെ ഇവൻ എത്രയും കാലങ്ങൾ എന്തുകൊണ്ട് പഠിപ്പിച്ചില്ല? അതിന് നിങ്ങൾക്ക് ഉത്തരം തന്നിട്ടില്ല. അത് പിന്നെ ഇവനെ കൂടെ സ്കൂളിൽ പോയാ എനിക്കിവിടെ ആരാ ഉള്ളത്? എനിക്ക് ഇവൻ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ മോളെയും ഇവൻ്റെ അനിയനെയും അവൻ്റെ അമ്മ കൊണ്ടുപോകും. പിന്നെ എനിക്ക് ഇവൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഇവൻ യൂട്യൂബ് ക്ലാസ് ഒക്കെ ഇട്ട് പഠിക്കുന്നേ കാണാം. അതുകൊണ്ട് പിന്നെ ഞാൻ ഇവനെ പറഞ്ഞേക്കണ്ട വിചാരിച്ചു. എനിക്കിവനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. നിങ്ങൾ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞേ? ഇവനെ അമ്മ കൊണ്ടുപോയെന്നോ? ഇതവിടെ നിൽക്കട്ടെ, ഞാൻ തീരുമാനാക്കട്ടെ. എന്തുകൊണ്ട് നിങ്ങൾ കുട്ടീനെ പഠിപ്പിക്കുന്നില്ല? യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ട് എന്തേലും ആവുമോ? ഇത്ര അമിതമായ സ്നേഹമൊന്നും കുട്ടികളോട് പാടില്ല. നിങ്ങൾ ഇയാൾ പറഞ്ഞൊക്കെ വിശ്വസിച്ചോ? ഇയാൾ നോണ പറയാണ് കുഞ്ഞുമുത്ത. ഇയാളെ വിശ്വസിക്കണ്ട. മോനെ, അയാൾക്കൊരു അസുഖമുള്ളത് എനിക്ക് അറിയണതല്ലേ. അതിന്റെ കാരണത്താലാവും അന്നെ സ്കൂളിലൊന്നും ചേർക്കാത്തത്. അതിനുള്ള ബോധം ഇവരെ ബുദ്ധിയൊന്നും ഇതിലുണ്ടാവൂല. എന്തോന്ന് മുതലാക്കുന്നേ?
ഇയാളെ കണ്ണീര് കാണുമ്പോ നമുക്ക് സങ്കടം വരികയാണ്. നമ്മളും ഇയാളെ പോലെ തന്നെ ഒരു രക്ഷിതാവാണ്. നമുക്ക് കുട്ടികളോട് സ്നേഹമുള്ളതാണ്. നമുക്ക് ഇയാൾ ഒരു രക്ഷിതാവിനെ മനസ്സിലാവുന്നല്ലേ നമുക്ക് ഇയാൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ വന്ന കളിപ്പൊന്നും നമുക്ക് ചെയ്യാം. ഒരു മാനസിക രോഗിയല്ലേ, അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാവും. ഇതിനോടൊന്നും ചോദിച്ചിട്ട് കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് മാനസിക രോഗിയല്ലേ, ഇതിനോട് എന്ത് ചോദിച്ചിട്ട് എന്താ കാര്യം? ഇതിനെന്തെങ്കിലും പറഞ്ഞുതരാൻ വെക്കോ? പന്നെ സ്കൂളിൽ ചേർത്തത് എന്താ ചോദിച്ചപ്പോ എന്തൊക്കെ പിച്ചും പായി ഏതാ പറയണേ. ഭ്രാന്താണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ട്. എന്റെ പൊന്നാറ് കുഞ്ഞുമത്ത, ഇതിന് ഭ്രാന്തൊന്നുമില്ല, ഇതിന് ബുദ്ധി കുറച്ച് കൂടുതലാ. അത്ത ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. നിങ്ങളൊന്ന് തൽക്കാലത്തിന് ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് മാറിക്കോ. ഞങ്ങളൊന്ന് സ്നേഹം പങ്കിടട്ടെ. ഓ ആയിക്കോട്ടെ, നമ്മൾ പോവാണെന്നാല്. രക്ഷിക്കാൻ വന്ന ആള് കൊന്നിട്ട് പോകുന്ന. ആ നീ ആരെയും കൊണ്ടാണോ വന്നേക്കുന്നേ? ആരാടാ ആ സ്ത്രീ? നിങ്ങൾ എന്തൊരു അഭിനയായിരുന്നു. പിന്നെ അവരെന്നെ പോലീസിനെ പിടിപ്പിച്ച് കൊടുക്കുന്നു പറഞ്ഞ ഞാൻ പിന്നെ എന്തോന്ന് ചെയ്യണം? നീ ആളെയും കൂട്ടി വന്നേക്കോടാ, നിന്നെ ഞാൻ കാണിച്ചു തരാം. നിന്റെ അമ്മ ഇനി 3 മാസത്തേക്ക് ഇങ്ങോട്ടില്ല. അതല്ല, നിങ്ങൾ എന്താ പറഞ്ഞേ? ഇവാനെ അമ്മ കൊണ്ടുപോയിട്ടുണ്ടെന്നോ? എന്തിനാ കള്ളം പറഞ്ഞേ? ഇവാൻ ഇവിടെ അല്ലേ? ഇവാൻ ഇവിടെ ഇട്ട് കഷ്ടപ്പെടുത്താനല്ലേ നിങ്ങളെ പ്ലാൻ? അല്ല, നിന്റെ അമ്മ അവനെ കൊണ്ടുപോയി. ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ വേണ്ടാന്ന്. പക്ഷെ അവൾക്ക് കൊണ്ടുപോകണം അത്രേ. അവൻ എന്നെ ബുദ്ധിമുട്ടിയേക്കും അത്രേ. എനിക്കെന്ത് ബുദ്ധിമുട്ടാ? അതൊന്നും പറഞ്ഞിട്ട് കേൾക്കണ്ടേ? അവനെ ഇങ്ങോട്ട് അങ്ങ് പോയി. ഇന്നെ അവളുടെ മുന്നിൽ കണ്ട നല്ല കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പുറത്താക്കിയത് മുതലെടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടില്ലേ? നിങ്ങൾ പറഞ്ഞതിന്റെ 2 മിനിറ്റ് മുമ്പ് അങ്ങ്. നീ എന്താ ട്രെയിൻ തടയാൻ പോവാണാ? പറ്റുന്നെങ്കിൽ പോയി തടഞ്ഞിട്ട് അവനെയും കൊണ്ടിങ്ങും വാ. ഇവിടെ പണിയെടുക്കാൻ നിന്നെ കൊണ്ട് മാത്രം തികയത്തില്ല. ട്രെയിൻ എടുക്കാൻ ഇനിയുണ്ട് 30 മിനിറ്റ്. പെട്ടെന്ന് പോയാൽ നിനക്ക് അവനെ തടയാം. മണ്ടൻ, അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ അവൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. അമ്മയുടെ കൂടെ പോയാൽ അവന് നല്ലോണം പഠിക്കുകയും ചെയ്യാം, നല്ല പോലെ ഇരിക്കുകയും ചെയ്യാം. എന്നിട്ട് മണ്ടൻ കണ്ടിനെ തിരിച്ചു കൊണ്ടുവരാൻ വരിക്കുന്നത്. കൊണ്ടുപാടാ നീ അവനെ. എന്നിട്ട് നിങ്ങളെ 2 പേരെയും ഞാൻ 2 പാഠം പഠിപ്പിച്ചു തരാം. അവന്റെ കാര്യം എന്നോട് പറയണ്ട. എന്തിനാ അവൻ കൊച്ചു കുഞ്ഞുങ്ങളുടെ നേരേക്ക് ഗ്ലാസ് എറിയുന്നത്? അവൻ ആ ഗ്ലാസ് എറിഞ്ഞപ്പോ ഇവളുടെ ദേഹത്ത് തട്ടിയിരുന്നെങ്കിലോ എന്ത് സംഭവിക്കുമായിരുന്നു? ഞാൻ അദ്ദേഹത്തോട് എന്ത് പറയുമായിരുന്നു? നീ നിന്റെ ചേട്ടന് വക്കാലത്ത് പറയൊന്നും വേണ്ട. നിന്റെ ചേട്ടൻ തന്നെ എറിഞ്ഞത്. നിനക്ക് അവരോടുള്ള സ്നേഹം കൊണ്ട് നീ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നേ ഇവാനെ? നിങ്ങൾ 2 പേരും കൂടി അവിടെ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രം നിന്നെ ഞാനിപ്പോ കൊണ്ടുപോകുന്നേ. നീ നിന്റെ ചേട്ടനെ എപ്പോഴും നുണയാ പറയുന്നേ. സത്യം പറഞ്ഞ് പഠിച്ചുകൂടി നിങ്ങൾക്ക്? ഞാൻ നിങ്ങൾ ഇങ്ങനെയാണോ വളർത്തിയത്? അന്യ നാട്ടിൽ പോയി നിന്നിട്ടാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമ്പാദിക്കുന്നേ. അതിന്റെ സ്നേഹം പോലും എന്നോട് നിങ്ങൾ കാണിക്കുന്നില്ലല്ലോ. എന്നെ എന്തിനെ എപ്പോഴും എല്ലാവരുടെ മുന്നിൽ ഇങ്ങനെ കൊച്ചാക്കുന്നേ? ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ നിങ്ങളെ കൊഞ്ചിച്ച് വഷളാക്കിയതാന്നാ. ശരിയാ, ഞാൻ നിങ്ങൾ ഒരുപാട് കൊഞ്ചിച്ചു. അതിനുള്ളത് എനിക്ക് കിട്ടുന്നേ. അയാൾ പറയുന്നൊന്നും വിശ്വസിക്കില്ല അമ്മേ. അയാൾ കളവ്